ഓക്കെ, നമുക്കിനി തേർഡ് മൊഡ്യൂളിലെ കുറച്ച് പോർഷൻസ് നോക്കാം. ആൾറെഡി നമ്മൾ ഫയർ ഗ്രൗണ്ട് ഓപ്പറേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫയർ ഏരിയനെ കുറിച്ചാണ്. ഫയർ ഏരിയ, അതുപോലെ തന്നെ സബ് ഡിവിഷൻ ഓഫ് ഫയർ ഏരിയ, പിന്നെ ഫയർ സെപ്പറേഷൻ ഡിസ്റ്റൻസ്, രണ്ട് ബിൽഡിങ്ങുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം, അതുപോലെ ഫയർ റെസിസ്റ്റന്റ് വാൾ എന്താണ്, സീലിംഗ് എന്താണ്, അതേപോലെ ഫയർ റെസിസ്റ്റന്റ് സ്ക്രീൻ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമ്മൾ ഈ പോർഷനിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സിറ്റി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ സിറ്റിയെ തന്നെ പല സോൺസ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫയർ സോൺ 1, 2, 3 അതിന്റെ ഫയർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റിന്റെ ബേസിൽ അവർ തിരിച്ചു വെച്ചേക്കുന്നതാണ്. ഇത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, ചിലപ്പോൾ ഡെപ്തിൽ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടി മാത്രം. അപ്പൊ 3 സോൺസ് ആക്കിയിട്ടാണ് നമ്മളൊരു ഏരിയനെ തിരിച്ചിട്ടുള്ളത്. ഫയർ സോൺ ഫയർ സോൺ 1, ഫയർ സോൺ 2, ഫയർ സോൺ 3. ഇതിൽ ഫയർ സോൺ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ നാഷണൽ ബിൽഡിംഗ് കോഡ് സിവിലിയറൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ മനസ്സിലാക്കുക, നമുക്ക് ഓരോ ബിൽഡിങ്ങിനെയും, ഓരോ ടൈപ്പ് ബിൽഡിങ്ങിനെയും നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പല ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പ് എയിൽ വരുന്നത് നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. അതിന് തന്നെ കുറെ സബ് കാറ്റഗറി ഒക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് പോലുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രൂപ്പ് എയിൽ വരുന്നതും, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആണ് ഗ്രൂപ്പ് ബിയിൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് ആണ് ഗ്രൂപ്പ് സിയിൽ, അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഹാൾ അല്ലെങ്കിൽ ഓഡിറ്റോറിയം പോലുള്ള, അപ്പോൾ അങ്ങനെയുള്ളതാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ സ്മോൾ ബിസിനസ്സിന് വരുന്നതാണ് ഗ്രൂപ്പ് E1, അതുപോലെ തന്നെ ആൻഡ് റീറ്റെയിൽ മെഴ്സൻറ്റൈലാണ് ഗ്രൂപ്പ് എഫ്. അപ്പൊ ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഫയർ സോൺ 1ൽ വരുന്നതാണ്. ഗ്രൂപ്പ് എ, ബി, സി, ഡി, E1, എഫ്. ഓക്കെ, അതിനകത്ത് എ എന്ന് പറഞ്ഞ റെസിഡൻഷ്യൽ ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ആണ്, സി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഡി എന്ന് പറഞ്ഞാൽ അസംബ്ലി ആണ്, അതേപോലെ തന്നെ സ്മോൾ ബിസിനസ് ആണ്. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൽ മെഴ്സൻറ്റൈൽ ആണ്. ഗ്രൂപ്പ് എഫ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫയർ സോൺ 1ൽ വരുന്നതാണ്. ഇനി ഫയർ സോൺ 2ൽ വരുന്നത്, നമ്മൾ ഈ ഡിവിഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 1 അല്ലാതെ 2 to 5 എല്ലാം, എല്ലാ ബിസിനസ് ബിൽഡിങ്സ് എല്ലാം വരുന്നത് നമ്മുടെ ഫയർ സോൺ 2ലാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് G1 to G2, ജി ആണ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. അതിൽ തന്നെ സബ് കാറ്റഗറീസ് ഉണ്ട്. അതിൽ 1ഉം 2ഉം വരുന്നത് ഈ ഫയർ സോൺ 2ലാണ്. 3 ഇതിൽ വരില്ല. 3 എന്ന് പറഞ്ഞാൽ ഹൈ ഹസാർഡ് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അത് വരുന്നത് നമ്മുടെ ഫയർ സോൺ 3ലാണ്. ഓക്കെ, അപ്പോൾ G3, അതേപോലെ തന്നെ സ്റ്റോറേജ് ബിൽഡിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ് എച്ച്, പിന്നെ ഹൈലി ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന ഗ്രൂപ്പ് ജെ. അപ്പോൾ G3, H, J വരുന്നത് ഫയർ സോൺ 3ലാണ്. അപ്പൊ നമ്മുടെ സിറ്റിനെ പല സോൺസ് ആക്കി തിരിച്ചെടുക്കുകയാണ്. ഫയർ സോൺ 1, ഫയർ സോൺ 2, ഫയർ സോൺ 3. ഓരോ സോണിലും ഏതൊക്കെ ക്ലാസ് ബിൽഡിങ്സ് ആണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, എന്താണ് ഒരു ഫയർ ഏരിയ? ചിലപ്പോൾ അത് ഡെഫിനിഷൻ ആയിട്ട് 3 മാർക്കിനൊക്കെ ചോദിക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഫയർ ഏരിയ ഓർ എക്സ്പ്ലെയിൻ ഫയർ ഏരിയ? ഇപ്പൊ ഫയർ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ, ഇപ്പൊ നമ്മളൊരു വീട് നോക്കിക്കഴിഞ്ഞാൽ അത് വീട് ഇങ്ങനെ മൊത്തത്തിൽ ഒരൊറ്റ ബിൽഡിംഗ് ആണെങ്കിൽ പോലും അതിന് പല പല സെക്ഷൻസ് ഉണ്ട്. അതുപോലെ നമ്മളൊരു ഫയറിനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഓരോ സബ് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഫയർ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് എ ഫയർ ഏരിയ ഈസ് എ സെക്ഷൻ ഓഫ് എ ബിൽഡിംഗ് എൻക്ലോസ്ഡ് ബൈ ഫയർ വാൾസ് ടു റെസ്ട്രിക്ട് ദി സ്പ്രെഡ് ഓഫ് ഫയർ ആൻഡ് ദെയർബൈ ടു മേക്ക് ഇറ്റ് ഈസിയർ ടു എക്സ്റ്റിങ്ക്വിഷ്. ഫയർ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയർ വാളുകൾ വെച്ചിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫയർ ഏരിയ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ പറഞ്ഞ, ഫയർ ഏരിയ ഇസ് എ സെക്ഷൻ ഓഫ് എ ബിൽഡിംഗ് എൻക്ലോസ്ഡ് ബൈ ഫയർ വാൾസ് ടു റെസ്ട്രിക്ട് ദി സ്പ്രെഡ് ഓഫ് ഫയർ. ഓക്കെ, ഫയറിന്റെ സ്പ്രെഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫയർ വാൾ വെച്ച് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ഏരിയനെ പറയുന്ന പേരാണ് ഫയർ ഏരിയ. ഇനി ഫയർ ഏരിയനെ കുറിച്ച് ഇപ്പോൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം നമ്മൾ ഫയർ ഏരിയ കാൽക്കുലേഷനെ കുറിച്ച് പറയണം. അത് അങ്ങനെ തന്നെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം പറയേണ്ടത്, ഫയർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ടൈം റിക്വയർഡ് ടു എക്സ്റ്റിങ്ക്വിഷ് ഫയർ അത് കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയം എന്തൊക്കെ ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ഇക്വേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ തിയറി കൺസെപ്റ്റുകൾ പോയിന്റ് ആക്കിയിട്ട് എഴുതിയാൽ മതി. ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ ടൈം ഉണ്ടാവുക. അതിൽ ഏതൊക്കെ ടൈം വരുന്നുണ്ട്, ഏതൊക്കെ ഫാക്ടർ വരുന്നുണ്ട്? ഞാൻ ഈ ഇത് ടോ ആണ് ആക്ച്വലി, പക്ഷെ നിങ്ങൾ ടി എന്ന് വെച്ച് പഠിച്ചാൽ മതി. TCL എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റഡ് ടൈം റിക്വയർഡ് ടു ഫസ്റ്റ് എക്സ്റ്റിങ്ക്വിഷ് എ ഫയർ. ഒരു ഫയർ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന കാൽക്കുലേറ്റഡ് ടൈം. അത് എന്തിന്റെയൊക്കെ ഫംഗ്ഷൻ ആണ്? QI, A COM അല്ലെങ്കിൽ A കമ്പഷൻ, TS, ഡെൽറ്റ T0. ഇതിൽ ഓരോന്ന് എന്താ നമുക്ക് പറയാം.
TCL നമ്മൾ പറഞ്ഞു കാൽക്കുലേറ്റഡ് ടൈം ആണ് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ എടുക്കുന്ന ടൈം. Q എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷ്മെന്റ് ആണ്. നിങ്ങൾ ഡിസ്ചാർജ് ഫ്ലൂയിഡിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ട ഡിസ്ചാർജ് അത് നമ്മൾ ലിറ്റർ പെർ സെക്കൻഡിലാണ് പറയാറ്. ഓക്കെ. പിന്നെ ACOM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് കമ്പഷൻ സർഫസ്. അപ്പൊ ഞാൻ ഇനി മുതൽ ACOM എന്നുള്ളത് കമ്പഷൻ സർഫസിന്റെ ഏരിയ എന്നാണ് വായിക്കട്ടോ. മീറ്റർ സ്ക്വയറിലുള്ള ഏരിയ ആണ്. ഓക്കെ. കമ്പഷൻ കത്തിപ്പിടിച്ച സർഫസിന്റെ ഏരിയ. I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ റേറ്റ് ഓഫ് ദി ഫയർ എക്സ്റ്റിങ്ക്വിഷ്മെന്റ്. അതായത് 1 മീറ്റർ സ്ക്വയറിൽ 1 സെക്കൻഡിൽ നമ്മൾ കൊടുക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷ്മെന്റിന്റെ റേറ്റ്. ഒന്നുകൂടെ പറയാം. 1 മീറ്റർ സ്ക്വയറിൽ 1 സെക്കൻഡിൽ നമ്മൾ കൊടുക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷ്മെന്റ്, അത് വെള്ളമാവാം എന്തും ആവാം, അതിന്റെ റേറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? I എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ക്യൂവിന്റെ ഒരു അഡ്വാൻസ്ഡ് സാധനമാണ്, അല്ലെങ്കിൽ ക്യൂ പെർ മീറ്റർ സ്ക്വയറിനാണ് ആക്ച്വലി നമ്മൾ I എന്ന് പറയുന്നത്. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിസ്ചാർജ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷ്മെന്റ് ആണ്, അതിന്റെ പെർ സെക്കൻഡിൽ പെർ മീറ്റർ സ്ക്വയറിലുള്ള വാല്യൂവിനെയാണ് നമ്മൾ I എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പഠിക്കുക. TCL ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q, I, A, TS, അതേപോലെ തന്നെ ഡെൽറ്റ ടി. ഇനി ടോ വെച്ച് പഠിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി TS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷ്മെന്റ് ടൈം വിത്ത് ദ ഗിവൺ റേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അതൊക്കെ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്ന ഒരു വാല്യൂ ആണ്. ഇനി സ്റ്റാൻഡേർഡ് വാല്യൂ എന്നുള്ളത് പഠിച്ചു വെക്കുക. ഡെൽറ്റ T0 എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് ഫ്രീ കമ്പഷൻ പ്രിയർ ടു ഫ്രീ അറ്റാക്ക്. നമ്മൾക്ക് ഫയറിനെ പ്രിയർ ടു ഫയർ അറ്റാക്ക്, ഫയറിനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള ഫ്രീ ടൈം, അത്രയും സമയത്ത് ഫ്രീ ആയിട്ട് കമ്പഷൻ നടക്കുമായിരിക്കും. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഓക്കെ. അപ്പൊ എന്തൊക്കെയുണ്ട്? ഡിസ്ചാർജ് ഉണ്ട്, അപ്ലിക്കേഷൻ റേറ്റ് ഉണ്ട്, കമ്പഷൻ ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് എക്സ്റ്റിങ്ക്വിഷ്മെന്റ് ഉണ്ട്, ഡെൽറ്റ T0 പീരീഡ് ഓഫ് ഫ്രീ കമ്പഷൻ ഉണ്ട്. ഇതിനെല്ലാം ഫംഗ്ഷൻ ആണ് നമ്മുടെ ടൈം, ആക്ച്വൽ ടൈം, നമ്മളൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അത് 2 രൂപത്തിൽ നമുക്ക് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ ടൈം, അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വരുന്നതാണ്. എസ് ടൈപ്പ് ആണെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യാമെന്ന് മാത്രം. നമ്മൾ 2 രൂപത്തിലാണ് ഈ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. 2 ഫാക്ടറിന്റെ ബേസിലാണ് ഈ എക്സ്റ്റിങ്ക്വിഷൻ ടൈം കണ്ടുപിടിക്കുക. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴേ, ഇപ്പോൾ സിവിൽ ആണെങ്കിലും മെക്ക് ആണെങ്കിലും നമുക്ക് ഡിസൈൻ, മെക്കാണെങ്കിൽ മെഷീൻ ഡിസൈൻ ചെയ്യും. അപ്പോൾ പല ക്രൈറ്റീരിയന്റെ ബേസിലാണ് ഡിസൈൻ ചെയ്യുക, പല അസംഷന്റെ ബേസിലാണ് ഡിസൈൻ ചെയ്യുക. സിവിൽ ആണെങ്കിൽ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് പഠിക്കട്ടോ. അപ്പോൾ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ക്രൈറ്റീരിയന്റെ ബേസിലാണ്. ഇവിടെ നമുക്ക് 2 അസംഷൻ അല്ലെങ്കിൽ 2 വിധത്തിൽ നമുക്കിത് ഡിസൈൻ ചെയ്യാം. ബേസ്ഡ് ഓൺ മിനിമം ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ഓഫ് സ്ട്രക്ചറൽ മെമ്പർ, അല്ലെങ്കിൽ മാക്സിമം ലോസ് പെർമിറ്റഡ്. അപ്പൊ 2 രൂപത്തിൽ നമുക്കിത് ചെയ്യാം. ഒന്നുകിൽ മിനിമം ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗിന്റെ ബേസിൽ ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം ലോസ് പെർമിറ്റഡ്, 2 കാര്യങ്ങളുടെ ബേസിൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വരിക TCL ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു L മിനിമം ബൈ K0. L മിനിമം എന്ന് പറഞ്ഞാൽ മിനിമം ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ടേം ഇനി പല സ്ഥലത്ത് നിങ്ങൾ കാണും. ഒരു ബിൽഡിങ്ങിന്റെ ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഹവേഴ്സിലാണ് പറയുക. എന്ന് പറഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിന് എത്ര സമയം ഫയറിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും, ആ സമയത്തിനാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്, അത് ഹവറിലാണ് പറയാ. അതിനെയാണ് മിനിമം ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗ് അല്ലെങ്കിൽ L മിനിമം എന്ന് പറയുന്നത്. K0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കോൺസ്റ്റന്റ് ആണ്, കോഎഫിഷ്യന്റ് ഓഫ് ഫയർ റെസിസ്റ്റൻസ്. സാധാരണ നമ്മൾ 1.1 ആയിട്ടാണ് എടുക്കുക. പിന്നെ അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയന്റെ ബേസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ TCL ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു L മിനിമം ബൈ K0. L മിനിമം എന്ന് പറഞ്ഞാൽ ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ആണ്, മിനിമം ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ആണ്. K0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫയർ റെസിസ്റ്റൻസ് ആണ്. ഇനി നമ്മൾ രണ്ടാമത്തെ, അതായത് മാക്സിമം ലോസ് പെർമിറ്റഡിന്റെ ബേസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ TCL ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു TR. TR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം അലൗഡ് ടു എക്സ്റ്റിങ്ക്വിഷ് ഫയർ ബൈ കൺസിഡറിങ് മാക്സിമം ലോസ്. ഓക്കെ. അപ്പോൾ ഈ 2 ഇക്വേഷൻ ഓർത്തില്ലെങ്കിലും 2 ക്രൈറ്റീരിയന്റെ ബേസിൽ ഡിസൈൻ ചെയ്യാന്നാണ് എഴുതിയേക്കുക. ഒന്ന് മിനിമം ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗ് L മിനിമത്തിന്റെ ബേസിലും, അടുത്തത് മാക്സിമം ലോസ് പെർമിറ്റഡിന്റെ ബേസിലും നമുക്ക് ഡിസൈൻ ചെയ്യാന്നുള്ളത് ഓർത്ത് വെക്കാം. നമ്മളിതൊക്കെ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫയർ റെസിസ്റ്റൻസ് ഏരിയന്റെ ഇക്വേഷനിലോട്ട് എത്തണം. അത് ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറയുന്നത്. ആക്ച്വലി നമുക്ക് ആ ഇക്വേഷൻ ആണ് വേണ്ടത്. പിന്നെ എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നും കൂടി അത് ഇലാബറേറ്റ് ചെയ്ത് ഓരോ ടേം എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതുപോലെ എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ LS ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗ് നമ്മൾ L മിനിമം പറഞ്ഞു, അതുപോലെ വരുന്ന ഒരു ടേം ആണ് LS എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ K0 ഇൻറ്റു ACOM ഡിവൈഡഡ് ബൈ ACOM LI ഡിവൈഡഡ് ബൈ Q ഇൻറ്റു TS പ്ലസ് ഡെൽറ്റ T0. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? LS കിട്ടും. LS എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഏരിയനെയും, ഐനെയും, ക്യൂനെയും,
ടി എസിനെയും ഡെൽറ്റ ടി സീറോനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഏരിയയുടെ ഇക്വേഷൻ കിട്ടും കേട്ടോ. ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗിന്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഏരിയ ഓഫ് കമ്പഷൻ അല്ലെങ്കിൽ ACOM എങ്ങനെ കിട്ടുക? ഏരിയ ഓഫ് കമ്പഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ മാത്രം അവിടെ നിർത്തുക, ബാക്കിയുള്ള എല്ലാവരും ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഇവിടെ ഈ പുറത്ത് കിടക്കുന്ന ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന K0 ഇൻറ്റു ആണ്, അത് ഇങ്ങോട്ട് പോരുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നാവും അല്ലേ? അപ്പോൾ LS/K0 അതാണ് ഈ ഫസ്റ്റ് ടേം, LS/K0. ഇനി നമുക്ക് ഇവിടെ പ്ലസ് ഡെൽറ്റ ടി സീറോ ഉണ്ട്, അത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഡെൽറ്റ ടി സീറോ എന്നാവും. പിന്നെ ഇവിടെ ബാക്കി ഉണ്ടാവുക ടോയസ് ഉണ്ട്, അതുപോലെ തന്നെ Q ഉണ്ട്, പിന്നെ I ഉണ്ട്. അപ്പോൾ ടോയസും ഐയും കിടക്കുന്നത് മുകളിലാണ്, Q താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ മുകളിൽ കിടക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ താഴോട്ടാവും, താഴെ കിടക്കുന്നത് ഇങ്ങോട്ട് പോകുമ്പോൾ മുകളിലാവും. അങ്ങനെയാണ് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. കമ്പസ്റ്റബിൾ ഏരിയ അല്ലെങ്കിൽ കമ്പഷൻ ഏരിയ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ കമ്പഷൻ ഏരിയനെ നമുക്ക് വേറൊരു ഇക്വേഷൻ ആയിട്ട് എഴുതാം, ബീറ്റ ഇൻറ്റു എ ഫയർ. നമുക്ക് ഫയർ ഏരിയയാണ് വേണ്ടത്. കമ്പഷൻ ഏരിയനെ കൂടി വേറെ കുറച്ച് ഫാക്ടേഴ്സും കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഫയർ ഏരിയ കിട്ടാം. അല്ലെങ്കിൽ എ കമ്പഷൻ ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു എ ഫയർ ഏരിയ. അപ്പോൾ ഈ ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി വോളിയം കോഎഫിഷ്യന്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനകത്ത് എ കമ്പഷൻ കാണുന്നിടത്ത് ബീറ്റ ഇൻറ്റു എ ഫയർ കൊടുത്തിട്ട് എ ഫയർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. അതായത് ഒന്നുമില്ല, ബീറ്റ ഇൻറ്റു എ ഫയർ ആണ് എ കമ്പഷൻ. അപ്പോൾ ആ ബീറ്റനെ കൂടി ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ അവിടെ ഇൻറ്റു ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നാവും. അങ്ങനെയാണ് ഈ താഴെ ബീറ്റ വന്നത് കേട്ടോ. ബാക്കിയെല്ലാം മുമ്പത്തെ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം. എ ഫയർ ഇസ് ഈക്വൽ ടു എൽ മിനിമം ബൈ K0 മൈനസ് ഡെൽറ്റ ടി സീറോ ഇൻറ്റു Q ബൈ ബി ഇൻറ്റു I ഇൻറ്റു ടി എസ്. ഓക്കെ അല്ലേ? ഇതിൽ ഓരോന്നും എന്താ നമുക്കറിയാം. എൽ മിനിമം എന്ന് പറഞ്ഞാൽ മിനിമം ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ആണ്, K0 കോൺസ്റ്റന്റ് ആണ്, ഡെൽറ്റ ടി സീറോ നമ്മൾ ആൾറെഡി പറഞ്ഞു, ക്യൂവിനെ കുറിച്ച് പറഞ്ഞു. ബീറ്റ നമുക്ക് ഇതിലൊരു പുതിയ ടേം ആണ്. ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിഫിഷ്യന്റ് ആണ്, വോളിയം കോയിഫിഷ്യന്റ് ആണ്. അത് primarily ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫയർ റെസിസ്റ്റൻസ് ഓഫ് ദി ബിൽഡിംഗ് ആൻഡ് മെത്തേഡ് ഓഫ് സ്റ്റോറിംഗ് ദി കമ്പസ്റ്റബിൾ മെറ്റീരിയൽ. അതിനൊക്കെയാണ് സാധാരണ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചാൽ മതി. ഫയർ റെസിസ്റ്റൻസ് ഓഫ് ബിൽഡിങ്ങിനെയും മെത്തേഡ് ഓഫ് സ്റ്റോറിംഗ് കമ്പസ്റ്റബിൾ മെറ്റീരിയലിനെയാണ് ബീറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഈ പോയിന്റുകൾ ഇനി പറയുന്ന ഈ പോയിന്റുകൾ തിയറിയാണ്, ഇത് നിങ്ങൾ എക്സാമിന് എഴുതി വെക്കണം. ഫയർ റെസിസ്റ്റൻസ് ഏരിയനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഫാക്ടറാണ് നമ്മുടെ ഈ കാൽക്കുലേഷൻ. ഇത് ആക്ച്വലി പ്രോബ്ലം ആയിട്ടൊക്കെ ചോദിക്കാം, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ജസ്റ്റ് മൈനർ ഡിഗ്രി ആയതുകൊണ്ട് ബേസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സേഫ് ആണ്, തിയറി പഠിച്ച് നിങ്ങൾക്ക് പാസ്സാവാം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഈ ഫയർ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുക? ഫയർ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിനകത്ത് ഫയർ കൺഫൈൻ ചെയ്യാനാണ്, ഫയർ ഒരു ഭാഗത്തോട്ട് റെസ്ട്രിക്ട് ചെയ്യാൻ നമ്മൾ ഫയർ റെസിസ്റ്റൻസ് വാൾ വെച്ച് റെസിസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയനെ പറയുന്ന പേരാണ് ഫയർ ഏരിയ. അപ്പോൾ ഫയർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസിക് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, എന്തൊക്കെ ഫാക്ടറിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഫയർ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് തിയററ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ, ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ഇതെന്തായാലും നിങ്ങൾ പഠിക്കണേ. ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ സ്റ്റോർഡ്, മെത്തേഡ് ഓഫ് സ്റ്റോറിംഗ് മെറ്റീരിയൽ, ഏത് മെത്തേഡിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ റൂഫിന്റെയും സീലിംഗിന്റെയും വാളിന്റെ ഒക്കെ കമ്പസ്റ്റബിലിറ്റി കണ്ടീഷൻ, പെട്ടെന്ന് കത്തുന്നതാണോ അല്ലേ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ആൻഡ് ഇന്റൻസിറ്റി ഓഫ് കമ്പഷൻ, അവൈലബിലിറ്റി ഓഫ് ഓട്ടോമാറ്റിക് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം, ബിൽഡിങ്ങിനകത്ത് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം അവൈലബിൾ ആണോ, ഓട്ടോമാറ്റിക് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം അവൈലബിൾ ആണോ, ക്യാപ്പബിലിറ്റി ഓഫ് ഫയർ ഫൈറ്റിംഗ് യൂണിറ്റ്സ്, ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് മെറ്റീരിയൽ, അത് വാട്ടർ ആണോ ഫോം ആണോ, ഏതാണ് ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് ഏജന്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത്, നമ്പർ ആൻഡ് റേറ്റ് ഓഫ് ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് യൂണിറ്റ്, നമ്പർ ഓഫ് ഫയർ ഫൈറ്റിംഗ് യൂണിറ്റ്സ് ആൻഡ് ദെയർ സീക്വൻഷ്യൽ അറൈവൽ, കമ്മിറ്റ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഫയർ ഫൈറ്റിംഗ്, ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ഓഫ് സ്ട്രക്ചറൽ മെമ്പേഴ്സ്. ഇത്രയും ഫാക്ടേഴ്സിനെയാണ് നമ്മുടെ ഫയർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കണം. മെറ്റീരിയൽ ഏതാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്തത്, നമ്മൾ റൂഫിനെ കുറിച്ചും സീലിങ്ങിനെ കുറിച്ചും ധാരണ വേണം, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ടെമ്പറേച്ചർ ആൻഡ് ഇന്റൻസിറ്റി ഓഫ് കമ്പഷൻ, നമുക്ക് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക് അവൈലബിൾ ആണോ, നമ്മുടെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി എന്താണ്, ഏത് എക്സ്റ്റിംഗ്വിഷിംഗ് ഏജന്റ് ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ എത്ര യൂണിറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് എഴുതി വെക്കാം. ഓക്കെ. അപ്പോൾ ഫയർ ഏരിയനെ കുറിച്ച് ജസ്റ്റ് ചോദിച്ചാൽ ഇത്ര എഴുതിയാൽ മതി. ഇനി ഒരു ഏരിയ വരുന്നത് സബ് ഡിവിഷൻ ഓഫ് ഫയർ ഏരിയ ആണ്. അപ്പോൾ നമുക്കൊരു ഫയർ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വീണ്ടും നമുക്ക് സബ് ഡിവൈഡ് ചെയ്യും. നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷ്മെന്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയനെ തന്നെ നമ്മൾ ചെറിയ ചെറിയ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ സബ് ഡിവിഷൻ ഓഫ് ഫയർ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഓർഡർ ടു മേക്ക് ഫയർ ഫൈറ്റിംഗ് ഈസി. അടുത്ത നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫയർ ഏരിയ ഇൻ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, അതേപോലെ തന്നെ ഫയർ ഏരിയ ഇൻ റെസിഡൻഷ്യൽ ആൻഡ് പബ്ലിക് ബിൽഡിംഗ്.
അപ്പോൾ ഫയർ ഏരിയ ഇൻ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് നമ്മൾ പറഞ്ഞു ജി ക്ലാസ്സിൽ വരുന്നതാണ്, ജി ഗ്രൂപ്പിൽ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. അതിൽ ഗ്രൂപ്പ് ജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് G1 ഉണ്ട്, ഞാൻ പറഞ്ഞു 1, 2, 3 അങ്ങനെ പലതായിട്ട് ജീനെ തന്നെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് G1 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ലോ ഹസാർഡ് ഇൻഡസ്ട്രീസ് ആണ്, സാധാരണ ബാറ്ററി ചാർജിങ്, സർവീസ് സ്റ്റേഷൻ, എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ഒക്കെ വരുന്ന ഗ്രൂപ്പ് G1 ലോ ഹസാർഡ് ആണ്. ഇനി അടുത്ത വരുന്ന മോഡറേറ്റ് ഹസാർഡ് ഉണ്ടാവാൻ മോഡറേറ്റ് ചാൻസ് ഉള്ള അലുമിനിയം ഫാക്ടറീസ്, അതേപോലെ തന്നെ ബിസ്ക്കറ്റ് ഫാക്ടറീസ്, ഫർണിച്ചർ മേക്കർ ഒക്കെ വരുന്നതാണ് ഗ്രൂപ്പ് G2. അതായത് G3 വരുന്നുണ്ട് അടുത്തത്. G3 എന്ന് പറഞ്ഞാൽ ഹൈ ഹസാർഡ്. അപ്പോൾ താഴോട്ട് വരുന്നതോറും ഹസാർഡിന്റെ ഇന്റൻസിറ്റി കൂടി വരും. ആദ്യം ലോ ആയിരുന്നു, മോഡറേറ്റ്, ദെൻ ഹൈ. അതിൽ LPG ബോട്ടിലിംഗ്, നമുക്കറിയാം LPG ഒക്കെ ഉണ്ടാകുമ്പോൾ ഹസാർഡ് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. പെട്രോളിയം റിഫൈനറീസ് ഒക്കെ വരുന്നത് ഗ്രൂപ്പ് G3 എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പോൾ എനിവേ നമ്മളൊരു ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിനകത്ത് ഫയർ ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫയർ ഏരിയ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു തിയറി ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ഫയർ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഏതൊക്കെയാണ്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ ഫയർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണല്ലേ. അപ്പോൾ പല പല റീസൺസ് കാരണം അവിടെ ഫയർ ഉണ്ടാവും. അത് ഏതാണെന്ന് ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പ്രോസസ് ഇൻവോൾവിംഗ് ഹീറ്റ് സോഴ്സ് കാരണം ഉണ്ടാവും, എക്സ്പ്ലോഷൻ ഹസാർഡ് പ്രോസസ്സ് കാരണം, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് കാരണം, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് യൂട്ടിലിറ്റി ഏരിയ, മൂവ്മെന്റ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കമ്പസ്റ്റബിൾ മെറ്റീരിയൽ, മൂവ്മെന്റ് ഓഫ് പീപ്പിൾ. അങ്ങനെ പല പല റീസൺസ് കാരണം നമ്മുടെ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിനകത്ത് ഫയർ ഉണ്ടാവാനുള്ള ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ പ്രോസസ് ഇൻവോൾവിംഗ് ഹീറ്റ് സോഴ്സ്, എക്സ്പ്ലോഷൻ ഹസാർഡ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് യൂട്ടിലിറ്റി ഏരിയ, മൂവ്മെന്റ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കമ്പസ്റ്റബിൾ മെറ്റീരിയൽ. ഇതെല്ലാം ഇത് ഉണ്ടാവാനുള്ള ഫയർ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഹസാർഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള ഏരിയാസ് ആണ് ഒരു ഇൻഡസ്ട്രിയൽ കാറ്റഗറി ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് കാറ്റഗറിക്കകത്ത് വരുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഫയർ ഏരിയ ഇൻ റെസിഡൻഷ്യൽ ആൻഡ് പബ്ലിക് ബിൽഡിംഗ്. ഏകദേശം നമ്മളൊരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് പോലെ തന്നെ അത്രയും ഏരിയാസ് നമ്മുടെ ഒരു റെസിഡൻഷ്യൽ ആൻഡ് പബ്ലിക് ബിൽഡിങ്ങിനകത്തും വരും. അത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ബിൽഡിംഗ് പബ്ലിക് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ കൂടെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും സെപ്പറേഷൻ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കൊമേഴ്ഷ്യൽ കം റെസിഡൻഷ്യൽ കോംപ്ലക്സിനകത്ത് കൊമേഴ്ഷ്യൽ ഏരിയ ടു ബി ഐസൊലേറ്റഡ് ഫ്രം റെസിഡൻഷ്യൽ ഏരിയ. ഇല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനകത്ത് കമ്പാരിറ്റീവ്ലി ഹസാർഡ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് റെസിഡൻഷ്യലുമായിട്ട് അറ്റാച്ച്ഡ് ആവുമ്പോൾ ആ ഒരു സെപ്പറേഷൻ കൃത്യമായിരിക്കണം എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതൊക്കെയാണ് ഫയർ ഏരിയ. അപ്പോൾ സിലബസിൽ എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ 2 പോയിന്റ് കൂടെ പഠിക്കുക. ഫയർ ഏരിയ ഇൻ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ക്ലാസ്സിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്താൽ എവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് എഴുതുക. ഇനി റെസിഡൻഷ്യൽ ആൻഡ് പബ്ലിക് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ബേസിക് idea of subdivision of area residential and public building is same as that of case in industrial buildings. There are different areas with different functional utilization and depending on the hazardous condition each activity is to be isolated using fire resistant walls. പിന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നമ്മൾ റെസിഡൻഷ്യൽ കോംപ്ലക്സുമായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആ ഒരു ടോപ്പിക് അതോടെ കൂടി കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഫയർ റെസിസ്റ്റൻസ് ഏരിയനെ കുറിച്ച്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ അതിന്റെ സബ് ഡിവിഷൻ ഓഫ് ഫയർ ഏരിയനെ കുറിച്ച് പഠിച്ചു. അത് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിനെ കുറിച്ചും പഠിച്ചു, പിന്നെ റെസിഡൻഷ്യൽ ആൻഡ് പബ്ലിക് ബിൽഡിങ്ങിനെ കുറിച്ചും പഠിച്ചു. ഇനി സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ് ഫയർ സെപ്പറേഷൻ ബിറ്റ്വീൻ ബിൽഡിങ്സ്. ഇപ്പൊ നമുക്ക് തൊട്ടടുത്ത് ബിൽഡിംഗ് ആണെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ബിൽഡിങ്ങിലോട്ട് ആ ഫയർ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ബിൽഡിങ്ങുകൾ തമ്മിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫയർ സെപ്പറേഷൻ പോസിബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ ഫയറിന്റെ സ്പ്രെഡ്, ഒരു ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞാലും തൊട്ടടുത്ത ബിൽഡിങ്ങിലോട്ട് ഫയർ സ്പ്രെഡ് ആവാതെ നോക്കണമെങ്കിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. ഫയർ സെപ്പറേഷൻ ബിറ്റ്വീൻ ബിൽഡിംഗ് ഈസ് ഇന്റൻഡഡ് ടു പ്രിവെന്റ് ദി സ്പ്രെഡ് ഓഫ് ഫയർ ടു അഡ്ജസന്റ് ബിൽഡിംഗ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ആസ് വെൽ ആസ് ടു പ്രൊവൈഡ് സ്പേസ് ഫോർ ദി ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻ. അതേപോലെ തന്നെ ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻ ഒരു സ്പേസ് കിട്ടണം. 2 ബിൽഡിംഗ് തൊട്ടടുത്താണെങ്കിൽ ഒരു ബിൽഡിംഗിൽ ഫയർ ഉണ്ടാകുമ്പോൾ ആ ബിൽഡിംഗിൽ ഫയർ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇടയിൽ നിൽക്കാൻ ഒരു സ്പേസ് വേണം. തൊട്ടടുത്താണെങ്കിൽ അവർക്ക് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടും മറ്റൊരു ബിൽഡിങ്ങിലോട്ട് ഫയർ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ബിൽഡിങ്ങുകൾ തമ്മിൽ വേണ്ട മിനിമം ഡിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആദ്യം പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ്. ഒരു സാധനം കത്തുന്ന സമയത്ത് തൊട്ടടുത്ത പോയിന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അത് റേഡിയേഷൻ വഴി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു നിങ്ങൾ മിക്കവാറാണെങ്കിൽ ഇനി പഠിക്കും. റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ സിഗ്മ T⁴ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ പഠിക്കും. അതിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് C0 ഇൻറ്റു TF/100⁴ മൈനസ് T1/100⁴ ഇൻറ്റു 5F1. ഇവിടെ C0യും 5F ഒക്കെ കോൺസ്റ്റന്റ് ആണ്. C0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോഎഫിഷ്യന്റ് ഓഫ് എമിസിവിറ്റി ആണ്. പിന്നെ TF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ, ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ ആണ്. T1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം അലവബിൾ ടെമ്പറേച്ചർ ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഈ 5F ആണ്.
5F നമ്മൾ പറയുന്ന പേര് ആംഗുലാർ കോഎഫിഷ്യന്റ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ, അതായത് എത്രമാത്രം ഫയറിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ റേഡിയേഷൻ തൊട്ടടുത്ത പോയിന്റിലോട്ട്, കത്തുന്നതിൽ നിന്ന് തൊട്ടടുത്ത ബിൽഡിങ്ങിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ആൾ ആക്ച്വലി അവിടുത്തെ ടെമ്പറേച്ചറും അതുപോലെ ഈ 5F എന്ന് പറയുന്ന സാധനമാണ്. ടെമ്പറേച്ചർ റേസ് ടു 4 ആണ്. അപ്പോൾ ടെമ്പറേച്ചറിന് അവിടെ വലിയ റോൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ റോൾ വരുന്നത് നമ്മുടെ ഈ 5F എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിനാണ്. 5F നമ്മൾ പറയുന്ന പേര് ആംഗുലാർ കോഎഫിഷ്യന്റ് ആണ്. അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സൈസ് ഓഫ് ദ ഫ്ലെയിം ആൻഡ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദി റേഡിയേഷൻ സോഴ്സ്. അതിന്റെ പൊസിഷനെയും അതിന്റെ ഷേപ്പിനെയാണ്, ഫ്ലെയിമിന്റെ ഷേപ്പും പൊസിഷനൊക്കെയാണ് സാധാരണ 5F ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സേഫ് ഫയർ ഡിസ്റ്റൻസ് ആണ്. രണ്ട് ബിൽഡിങ്ങുകൾ തമ്മിലുള്ള സേഫ് ഫയർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അതിനാദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? ഒരു ഹീറ്റ് ഉണ്ടാകുന്ന സമയത്ത് തിയററ്റിക്കലി എത്ര ഹീറ്റ് ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഇക്വേഷൻ കിട്ടി. C0 × TF/100⁴ - T1/100⁴ × 5F1. C0 എന്ന് പറഞ്ഞാൽ എമിസിവിറ്റി കോഎഫിഷ്യന്റ് ആണ്, 5F എന്ന് പറഞ്ഞാൽ ആംഗുലാർ കോഎഫിഷ്യന്റ് ആണ്, TF എന്ന് പറഞ്ഞാൽ ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ ആണ്, T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അലോവബിൾ ടെമ്പറേച്ചർ ആണ്, അഡ്ജസന്റ് ഒബ്ജക്റ്റിലോട്ട് പോകുന്ന മാക്സിമം അലോവബിൾ ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ കൺസെപ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ QT ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q മിനിമം. QT എപ്പോഴും നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന തിയററ്റിക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് Q മിനിമത്തിനേക്കാൾ, Q മിനിമം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത പോയിന്റിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അത് കത്തിപ്പിടിക്കാൻ എടുക്കുന്ന എമൗണ്ട് ഓഫ് റേഡിയേഷൻ, അതായത് അത് കത്താൻ വേണ്ട എമൗണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മൾ തിയററ്റിക്കലി QT കണ്ടുപിടിച്ച സമയത്ത് നമുക്ക് 100 kW കിട്ടിയ എക്സാമ്പിൾ ആണ്. തൊട്ടടുത്ത പോയിന്റ് കത്താൻ വേണ്ടിയിട്ട് വേണ്ടത് 200 kW ആണെങ്കിൽ നമ്മൾ സേഫ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ QT അടുത്ത പോയിന്റ് കത്തിപ്പിടിക്കാൻ എത്ര റേഡിയേഷൻ വേണം അതിനേക്കാൾ കുറവായിരിക്കണം. അതാണ് Q മിനിമം. അതായത് നമ്മുടെ ഇത് തീ പിടുത്തുണ്ടായി അപ്പുറത്തെ പോയിന്റ് കത്തിപ്പിടിക്കാൻ എത്ര ഹീറ്റ് വേണം, അത് എത്തുന്നതിന് മുമ്പ്, അത് നമ്മുടെ ഫയർ ഫൈറ്റേഴ്സ് എത്തുന്നതിന് മുമ്പ് ഈ ഒരു തിയററ്റിക്കൽ QT ഈ Q മിനിമത്തിനേക്കാൾ കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് ഫയർ ഫൈറ്റേഴ്സ് എത്തുന്നതിന് മുമ്പ് അത് അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിച്ച് ഇതാവേണ്ട, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. QTന്റെ ഇക്വേഷൻ പറയാം, ഒരു സാധനം കത്തിക്കഴിഞ്ഞാൽ അതിന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന എമൗണ്ട് ഓഫ് റേഡിയേഷന്റെ അല്ലെങ്കിൽ ഹീറ്റിന്റെ ഇക്വേഷൻ പറയാം. എന്നിട്ട് പറയാം ഈ QT Q മിനിമത്തിനേക്കാൾ കുറവായിരിക്കണം. Q മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ adjacent building or installation may ignite. It is the minimum amount of radiation. ഇങ്ങനെ പഠിക്കുക. It is the minimum amount of radiation that the adjacent buildings or installation may ignite within the time required to bring the firefighters in action. Firefighters ആക്ഷൻ ആയി അത് കത്തിപ്പിടിക്കുന്നതിന് മുമ്പുള്ള കത്തിപ്പിടിക്കാൻ വേണ്ട മിനിമം ആ ഒരു റേഡിയേഷൻ. അപ്പൊ അതിനേക്കാൾ കുറവായിരിക്കണം നമ്മുടെ QT എന്ന് പറയുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, പറ്റുന്നവർ ഇതും കൂടിയൊക്കെ ഒന്ന് പഠിക്കുക. സോളിഡ്സ് ആണെങ്കിൽ ലിക്വിഡ് മെറ്റീരിയലിന്റെയും ഓരോ മിനിമം വേണ്ട റേഡിയേഷൻ, കത്തിപ്പിടിക്കാൻ വേണ്ട മിനിമം റേഡിയേഷൻ. ഇപ്പൊ 3 മിനിറ്റിനും 5 മിനിറ്റിന് 15 മിനിറ്റ്, 3 മിനിറ്റ് കൊണ്ട് കത്താൻ വേണ്ട മിനിമം റേഡിയേഷൻ 30 ആണ് വുഡിന്റെ കേസിൽ. അത് 5 മിനിറ്റ് ആകുമ്പോൾ 25 മതി, 15 മിനിറ്റ് ആണെങ്കിൽ 18.5 മതി. അങ്ങനെ ഓരോന്നിന്റെയും വുഡ് പെയിന്റഡ് ആകുമ്പോൾ ഇത് സംഭവിക്കും. കോട്ടൺ ഫൈബറിന്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ലിക്വിഡ്സിന്റെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് മിനിമം സെപ്പറേഷൻ, രണ്ട് ബിൽഡിങ്ങുകൾക്കിടയിലുള്ള മിനിമം സെപ്പറേഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നത് എന്തിൻ്റെയൊക്കെ ബേസിലാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം? ദ മാക്സിമം ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്, അതേപോലെ തന്നെ ലിമിറ്റ് ചെയ്യാം. ഹൈറ്റിന്റെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമ്മൾ ലിമിറ്റ് ചെയ്യുക, മാക്സിമം ഹൈറ്റ് ലിമിറ്റ് ചെയ്യുക, ഫ്ലോർ ഏരിയ റേഷ്യോ ലിമിറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഓപ്പൺ സ്പേസ് അറൌണ്ട് ദ ബിൽഡിംഗ് ലിമിറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ഫയർ സെപ്പറേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം. For an industrial area, if sufficient or standard fire separation distance cannot be provided, following measures can be taken to prevent the spread of fire. അപ്പോൾ നമുക്ക് ഇങ്ങനെ മിനിമം സെപ്പറേഷൻ എല്ലാ സമയത്തും കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഡിക്രീസ് ദ ഏരിയ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് 2 adjacent building to the area of a single fire area. അതുപോലെ തന്നെ കൺസ്ട്രക്ട് എക്സ്റ്റീരിയർ ഫയർ വാൾ. ഇതെന്താണ് നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ എക്സ്റ്റീരിയർ ഫയർ വാൾ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഡിക്രീസ് ദ ഫയർ ഏരിയ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് 2 adjacent building to the size of a single fire area. എന്ന് പറഞ്ഞാൽ രണ്ട് ബിൽഡിങ്ങിന്റെ ഫയർ ഏരിയ ഒരു സിംഗിൾ ഫയർ ഏരിയയിലോട്ട് ചുരുക്കുക. ഡിക്രീസ് ദ ഫയർ ഹസാർഡ് ഓഫ് ദി പ്രൊഡക്ഷൻ പ്രോസസ്, ഡിക്രീസ് ദ കപ്പാസിറ്റി ഓഫ് ദി സ്റ്റോറേജ് റൂം, സ്റ്റോറേജ് റൂമിന്റെ കപ്പാസിറ്റി കുറക്കുക. അതേപോലെ തന്നെ ചേഞ്ച് ദി മെത്തേഡ് ഓഫ് സ്റ്റോറേജ് ചേഞ്ച് ചെയ്യുക. ഇതൊക്കെയാണ് മിനിമം സെപ്പറേഷൻ എന്നുള്ളതിനകത്ത് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ആദ്യം ഞാൻ ഈ പറയുന്ന ഓർഡറിൽ പഠിക്കുക. എന്തിനാണ് സെപ്പറേഷൻ കൊടുക്കുന്നത്,
ഒരു ബിൽഡിങ്ങിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങിലോട്ട് ഫയർ സ്പ്രെഡ് ആകാതിരിക്കാനും ഇൻ കേസ് ഒരു ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഫയർ ഫൈറ്റേഴ്സിന് നിൽക്കാനുള്ള സ്പേസ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫയർ സെപ്പറേഷൻ അല്ലെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിങ്സ് കൊടുക്കുന്നത്. അതിന് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് അവിടെ വരുന്ന റേഡിയേഷൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അതും നമ്മുടെ ടി മിനിമം തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയൊക്കെ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും, അതേപോലെ തന്നെ ഇൻ കേസ് മിനിമം ഡിസ്റ്റൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയാണ് അവിടെ നിങ്ങൾ പഠിക്കേണ്ടത്. അടുത്തത് ഫയർ റെസിസ്റ്റന്റ് പാർട്ടീഷൻ. ഇതാണ് ഇനി അടുത്ത നിങ്ങളുടെ സിലബസിനകത്ത് പറയുന്ന അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫയർ റെസിസ്റ്റന്റ് പാർട്ടീഷൻ ആണ്. അപ്പോൾ ഫയർ റെസിസ്റ്റന്റ് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വൺ ഫയർ റെസിസ്റ്റന്റ് വാൾസ് ആണ്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റൂമിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ തൊട്ടടുത്ത പോർഷനിലോട്ട് ഫയർ സ്പ്രെഡ് ആവാതിരിക്കാൻ നമുക്കൊരു വാള് വെക്കാം, ഒരു ഫയർ റെസിസ്റ്റന്റ് വാള് കീപ്പ് ചെയ്യാം. അപ്പോൾ 3 ടൈപ്പ് വാളാണ് ഫയർ റെസിസ്റ്റന്റ് വാളായിട്ട് നമുക്കുള്ളത്. എക്സ്റ്റേണൽ ഫയർ വാള്, ഇന്റേണൽ ഫയർ വാള്, അതുപോലെ തന്നെ ഫ്രീ സ്റ്റാൻഡിങ് ഫയർ വാള്. എക്സ്റ്റേണൽ ഫയർ വാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിന് പുറത്തോട്ട് ഫയർ സ്പ്രെഡ് ആവാതിരിക്കാനുള്ളതാണ്. ഇന്റേണൽ ഫയർ വാൾ എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിന് അകത്തന്നെ പല പല റൂംസ് അല്ലെങ്കിൽ പല പല കമ്പാർട്ട്മെന്റിലൊക്കെ ഫയർ സ്പ്രെഡ് ആവാതിരിക്കാനുള്ളതാണ്. ഫ്രീ സ്റ്റാൻഡിങ് ഫയർ വാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം it serves as a shielding during possible fire and compensate for insufficient fire separation between building. അതായത് രണ്ട് ബിൽഡിങ്ങിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഫയർ സെപ്പറേഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ വെക്കുന്ന വാളിനെ പറയുന്ന പേരാണ് ഫ്രീ സ്റ്റാൻഡിങ് ഫയർ വാൾ. അപ്പോൾ 3 ടൈപ്പ് ഫയർ വാളാണ്, എക്സ്റ്റേണൽ, ഇന്റേണൽ, ഫ്രീ സ്റ്റാൻഡിങ് ഫയർ വാൾ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമ്മളോട് ഇപ്പോൾ 3 മാർക്കിന് ചോദിക്കാണ് ഡിഫൈൻ ഫയർ റെസിസ്റ്റന്റ് വാൾ. ഫയർ റെസിസ്റ്റന്റ് വാൾ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫയർ റെസിസ്റ്റന്റ് വാൾ എന്തിനാന്ന് എഴുതുക. ഫയർ റെസിസ്റ്റന്റ് വാൾ ഈസ് കൺസിഡർ ആസ് എ ജനറൽ ഫയർ റെസിസ്റ്റന്റ് പാർട്ടീഷൻ. അത് 3 ടൈപ്പ് ഉണ്ട് എന്ന് പറയാം. അതിനുശേഷം അതിനുണ്ടായിരിക്കേണ്ട മിനിമം കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് നോൺ കമ്പസ്റ്റിബിലിറ്റി. നമ്മൾ ആ പേര് തന്നെ ഉണ്ട്, ഫയർ റെസിസ്റ്റന്റ് വാളാണ്. ഫയർ ഒരിക്കലും അത് എന്താ വരുത്, ഫയർ സ്പ്രെഡ് ആവരുത്, അപ്പോൾ അത് കത്താൻ പാടില്ല. നോൺ കമ്പസ്റ്റിബിലിറ്റി ഉണ്ടായിരിക്കണം. ഹീറ്റ് റെസിസ്റ്റൻസ് കപ്പാസിറ്റി, ഹീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡെൻസിറ്റി ആൻഡ് ഇംപെർമിബിലിറ്റി ടു കമ്പഷൻ പ്രോഡക്റ്റ്. അതായത് നമ്മൾ ഈ വാള് വെച്ചിട്ടുള്ളത് ഇവിടെ ഫയർ ഉണ്ടായി അത് അപ്പുറത്തോട്ട് സ്പ്രെഡ് ആവാതിരിക്കാനാണ്. അപ്പോൾ ഈ ഫയർ ഉണ്ടാവുമ്പോൾ അതിനകത്ത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് സ്മോക്കും അങ്ങനെയുള്ള ഈ ഫയറിന്റെ പാർട്ടുകളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് പോകുന്നുണ്ടാവും. ഈ സാധനങ്ങൾ ഒരിക്കലും ഈ വാളിന് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാൾ അത് അബ്സോർബ് ചെയ്തിട്ട് അത് അപ്പുറത്തോട്ട് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഒരിക്കലും ഉണ്ടാവരുത്. അതാണ് ഇംപെർമിബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഫയർ വാളിന്റെ SMR ക്വസ്റ്റ്യൻ ആണ്, റെസിസ്റ്റന്റ് വാൾസിനെ കുറിച്ച് SMR ക്വസ്റ്റ്യൻ ആണ് വന്നെങ്കിൽ ഇത് നിങ്ങൾ എഴുതണം. എന്തൊക്കെ റിക്വയർമെന്റ്സിന്റെ ബേസിലാണ് ഫയർ വാൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഡിസൈൻ റിക്വയർമെന്റ്സ് ഓഫ് എ ഫയർ വാൾ. വാട്ട് ആർ ദ ബേസിക് ഡിസൈൻ റിക്വയർമെന്റ്സ് ഓഫ് എ ഫയർ വാൾ എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ അതിൽ ആദ്യം വരുന്നത് ഫയർ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ആൾറെഡി പറഞ്ഞു, ഫയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന് ഫയർ എത്ര സമയം റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, എത്ര ഹവേഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, എത്ര ടൈം റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫയർ റെസിസ്റ്റൻസ്. അപ്പോൾ ഫയർ റെസിസ്റ്റൻസ് ഷുവർ ആയിട്ടും നമ്മുടെ ഫയർ റെസിസ്റ്റന്റ് വാളിന് ഫയർ റെസിസ്റ്റൻസ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ റിക്വയർമെന്റ്. സാധാരണ ഫയർ റെസിസ്റ്റന്റ് വാൾ മസ്റ്റ് ഹാവ് എ മിനിമം 2 hour ഫയർ റെസിസ്റ്റൻസ് ഡ്യൂറേഷൻ. ജനറൽ ബിൽഡിങ്ങിന് 2 hour ആണ്. ഇനിയിപ്പോൾ അതൊരു ബോയിലർ പോലുള്ളതൊക്കെ ആണെങ്കിൽ, ബോയിലറൊക്കെ വെച്ചിട്ടുള്ള റൂമൊക്കെ ആണെങ്കിൽ 4 hour വേണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ടൈപ്പ് 1 കൺസ്ട്രക്ഷന് 4 hour ഫയർ റെസിസ്റ്റൻസ് ആണ്. ടൈപ്പ് 2, 3, 4 കൺസ്ട്രക്ഷൻ, ഇത് ബിൽഡിംഗ് കോഡിന്റെ പല പല ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ അതിൽ 2 hour ഫയർ റെസിസ്റ്റൻസ് മതി. അപ്പൊ ഈ 2 പോയിന്റ് അവിടെ എഴുതി വെക്കുക. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ടൈപ്പ് ഇതിനകത്തും കൺസ്ട്രക്ഷനകത്തും നമുക്ക് എത്രമാത്രം ഫയർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്, ഓരോ 2 hourഉം 4 hourഉം റെസിസ്റ്റൻസിന് എത്രമാത്രം അതിന്റെ തിക്നെസ് വേണം, ആ ഓരോ വാളിന് എത്ര തിക്നെസ് വേണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ RCC വിത്ത് മിനിമം 1% സ്റ്റീൽ ആണെങ്കിൽ 2 hour ഫയർ റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ 160 mm തിക്നെസ് നമ്മൾ കൊടുക്കണം. 4 hour റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ 240 mm റെസിസ്റ്റൻസ് കൊടുത്താൽ മതി. ഓക്കെ, അതായത് ആ വാളിന് ഇത്ര 2 hour റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ മിനിമം നമ്മൾ എത്ര തിക്നെസ് കൊടുക്കാം, 160 mm കൊടുക്കണം. ഇനി ബ്രിക്ക് ഓഫ് ക്ലേ ആണെന്നുണ്ടെങ്കിൽ 100 കൊടുക്കണം. 4 hourനാണെങ്കിൽ അത് 170 കൊടുക്കണം എന്നുള്ളത് ഓർത്ത് വെക്കാം. പറ്റുന്നവർ ജസ്റ്റ് അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം. ഇനി അടുത്ത നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ഫാക്ടർ പറഞ്ഞു, ഫയർ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ഫയർ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അത് നോർമൽ ബിൽഡിംഗ് ആണെങ്കിൽ 2 hour, ബോയിലർ പോലുള്ള റൂംസ് ആണെങ്കിൽ 4 hour ഓർത്ത് വെക്കുക. പിന്നെ എഫിഷ്യൻസി ഓഫ് ജോയിൻസ് ആണ്. നമുക്കറിയാം നമ്മളൊരു വാൾ ഇങ്ങനെ എയറിൽ ഫ്രീ ആയിട്ട് നിൽക്കൂല, അതിനകത്ത് ജോയിൻസ് ഉണ്ടാവും. അത്
ഈ വാളുകൾ തമ്മിലുള്ള ജോയിൻസ്, അതേപോലെ തന്നെ വാളും റൂഫും തമ്മിലുള്ള ജോയിൻസ്, വാളും സീലിങ്ങും അല്ലെങ്കിൽ വാളും ഫ്ലോറും തമ്മിലുള്ള ജോയിൻസ്. അപ്പോൾ ഈ ജോയിൻസിലൂടെ ആയിരിക്കും പലപ്പോഴും ഫയർ ലീക്ക് ആവാനും ഫയറിന്റെ പ്രൊഡക്ട്സ് ഒക്കെ ലീക്ക് ആവാനുള്ള ചാൻസ്. അപ്പോൾ ആ ജോയിൻസ് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതാണ് എഫിഷ്യൻസി ഓഫ് ജോയിൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് അവിടെ എഴുതി വെക്കുക. ഒരു ഫയറിന്റെ അല്ലെങ്കിൽ ഒരു ഫയർ റെസിസ്റ്റന്റ് വാളിന്റെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ജോയിൻസ് ആണ്. അത് റൂഫ് അല്ലെങ്കിൽ സീലിംഗും വാളും തമ്മിലുള്ള ജോയിന്റ് ആവാം, അല്ലെങ്കിൽ ഫ്ലോറും വാളും തമ്മിലുള്ള ജോയിന്റ് ആവാം. അപ്പോൾ ഈ ജോയിൻസുകൾ പരമാവധി സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത് കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കാം. അടുത്ത സ്റ്റെബിലിറ്റി ആണ്. ഇപ്പോൾ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷനൊക്കെ നശിച്ചു പോയി ഈ ഫയർ വാള് മാത്രം നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് ഈ വരുന്ന എല്ലാത്തിനെയും റെസിസ്റ്റ് ചെയ്യാനും എല്ലാ ടൈപ്പ് ലോഡിനെയും റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റണം. ചെറിയൊരു ലോഡ് വരുമ്പോൾ ഇടിഞ്ഞ് തകർന്നു പോകരുത്, അതിന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റണം. അതിനാണ് ആക്ച്വലി നമ്മൾ സ്റ്റെബിലിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെപ്പറേഷൻ ഓഫ് സ്ട്രക്ചേഴ്സ്. ഫയർവാൾ മസ്റ്റ് കട്ട് അക്രോസ് കമ്പസ്റ്റബിൾ സ്ട്രക്ചേഴ്സ് ടു റെസിസ്റ്റ് ദി സ്പ്രെഡ് ഓഫ് ഫയർ അലോങ് ദി ഔട്ടർ വാൾസ്. അതായത് നമുക്കിപ്പോൾ ഒരു ഫയർവാൾ ഉണ്ട്. ഈ ഫയർവാൾ ഷുവർ ആയിട്ടും ഒരു സെപ്പറേഷൻ, ഫയർ ഉള്ള പോർഷനെയും ഫയർ ഇല്ലാത്ത പോർഷനെയും നമ്മൾ ക്ലിയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡിസൈൻ പ്രിൻസിപ്പിൾ ഓഫ് ഫയർ റെസിസ്റ്റന്റ് വാളിനെ കുറിച്ച് പറയാനുള്ളത്. ആദ്യം നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് റെസിസ്റ്റന്റ് വാൾ ഉണ്ടെന്ന് പറയാം. അതിന് ഉണ്ടായിരിക്കേണ്ട എഫക്റ്റീവ്നെസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറയാം. നോൺ കമ്പസ്റ്റബിലിറ്റി, ഹീറ്റ് റെസിസ്റ്റൻസ് കപ്പാസിറ്റി, സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഡെൻസിറ്റി ആൻഡ് ഇംപെർമിബിലിറ്റി എന്ന് പറയാം. ദെൻ നമ്മൾ ഡിസൈൻ റിക്വയർമെന്റ്സ് പറഞ്ഞ ഫയർ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ജോയിൻസ് എല്ലാം എഫിഷ്യന്റ് ആയിരിക്കണം, സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയാം. അതേപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് സ്ട്രക്ചേഴ്സ്. അവിടെ എനിക്കൊരു പോയിന്റ് എഴുതാം. ദ ഫയർ വാൾ മസ്റ്റ് എക്സ്റ്റെൻഡ് എബോവ് ദ റൂഫ് ബൈ 1 മീറ്റർ അറ്റ് ആൾ പോയിന്റ്സ് എന്നുള്ള ആ ഒരു പോയിന്റ് കൂടി ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇതെല്ലാം ഈ വാല്യൂസ് എല്ലാം നമ്മൾ എടുക്കുന്നത് NBC ഉണ്ട്, നാഷണൽ ബിൽഡിംഗ് കോഡ് എന്നാണ്. അത് കംപ്ലീറ്റ് വായിക്കാത്തത് എല്ലാം കൂടി പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. പറ്റുന്നവരെ അതിന് 1-2 പോയിന്റ്സ് കൂടെ പഠിച്ചിട്ട് പോവാം. ഇനി അടുത്തത് നമ്മൾ പറയേണ്ടത് ഡിസൈൻ പ്രിൻസിപ്പിൾ ഓഫ് ഫയർ റെസിസ്റ്റന്റ് സീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ വാളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി ഡിസൈൻ പ്രിൻസിപ്പിൾ ഓഫ് ഫയർ റെസിസ്റ്റന്റ് സീലിംഗ് എന്നുള്ള പോർഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ സീലിംഗിനകത്ത് എന്തൊക്കെ ഫാക്ടർ ആണ് നമുക്കറിയാം. സീലിംഗ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഫയർ റെസിസ്റ്റന്റ് സീലിംഗ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ താഴെയുള്ള ഫ്ലോറിലാണ് ഫയർ ഉണ്ടായതെങ്കിൽ അത് മുകളിലോട്ട് സ്പ്രെഡ് ആവാതിരിക്കാൻ, അല്ലെങ്കിൽ സ്റ്റോറേജിലാണ് ഫയർ ഉണ്ടായതെങ്കിൽ ബാക്കി ലിവിങ് ഏരിയയിലോട്ട് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ഫ്ലോറിൽ നിന്ന് വേറൊരു ഫ്ലോറിലോട്ട് നമുക്ക് ഈ ഫയർ സ്പ്രെഡ് ആവാതിരിക്കാനാണ് ആക്ച്വലി നമ്മൾ ഫയർ റെസിസ്റ്റന്റ് സീലിംഗ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിനും കുറച്ച് ഡിസൈൻ ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോർ എ സീലിംഗ് ടു ബി എഫക്റ്റീവ് ഇൻ പ്രിവെന്റിംഗ് ഫയർ സ്പ്രെഡ് ഇറ്റ് മസ്റ്റ് ഹാവ് സഫീഷ്യന്റ് റെസിസ്റ്റൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സഫീഷ്യന്റ് റെസിസ്റ്റൻസ് ടു ഹീറ്റ് ആൻഡ് കമ്പഷൻ, സഫീഷ്യന്റ് ഡെൻസിറ്റി വേണം, പ്രോപ്പറായിട്ടുള്ള ഡെൻസിറ്റി വേണം. അതേപോലെ തന്നെ സഫീഷ്യന്റ് ഇംപെർമിബിലിറ്റി, നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. മെയ്ഡ് ഓഫ് നോൺ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ കൊണ്ട് മെയ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ സഫീഷ്യന്റ് റെസിസ്റ്റൻസ് ഹീറ്റ് വേണം, സഫീഷ്യന്റ് ഡെൻസിറ്റി വേണം, ഇംപെർമിബിലിറ്റി വേണം. ആ പോയിന്റുകൾ അവിടെ എഴുതി വെക്കാം കേട്ടോ. ഇനി അപ്പോൾ ആ ഒരു പോർഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യം നമ്മൾ ഫയർ ഏരിയനെയും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഫയർ റെസിസ്റ്റൻസ് വാൾസിനെ കുറിച്ച് പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ ബിൽഡിങ്സിൽ 2 ടൈപ്പ് ബിൽഡിങ്, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിനകത്തും റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്തും ഫയർ ഏരിയനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിവിഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ ഫയർ റെസിസ്റ്റൻസ് വാളിന്റെ ഡിസൈൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് റൂഫ് അല്ലെങ്കിൽ സീലിംഗിന്റെ ഫയർ റെസിസ്റ്റൻസ് സീലിംഗിന്റെ ഡിസൈൻ എന്തൊക്കെ ഫാക്ടറാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. ഇനി ഒരു ടോപ്പിക് കൂടി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കഴിഞ്ഞു കേട്ടോ. സിമ്പിൾ ആണ്. ഫയർ റെസിസ്റ്റന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫയർ റെസിസ്റ്റന്റ് വാള് പോലെ തന്നെയാണ്, പക്ഷെ ഇതൊന്നും കൂടി ലൈറ്റ് ആയിരിക്കും. ഫയർ റെസിസ്റ്റന്റ് വാൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ബീമിലൊക്കെ സപ്പോർട്ടോ കൊടുത്ത് അത്രയും സ്ട്രെങ്ത് ഉള്ള സ്ട്രക്ചർ ആയിരിക്കും. ഇത് അത്രയും സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല. ഇത് ചിലപ്പോൾ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതോ ഒക്കെ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയ സ്ട്രക്ചർ ഒക്കെ ആയിരിക്കാം. സ്ക്രീൻസ് ആർ സ്ട്രക്ചേഴ്സ് വിച്ച് എയ്തർ റിഫ്ലക്ട് ഓർ അബ്സോർബ് റേഡിയന്റ് എനർജി ആൻഡ് ദെയർബൈ ഡിക്രീസ് ദ എഫക്ട് ഓഫ് ഇന്റൻസ് ഹീറ്റ് ആൻഡ് റെസ്ട്രിക്ട് ദി സ്പ്രെഡ് ഓഫ് ഫയർ. അപ്പോൾ പരമാവധി ഒരു ബിൽഡിങ്ങിനകത്ത് ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന റേഡിയേഷൻ അല്ലെങ്കിൽ ഹീറ്റ് എനർജിനെ മാക്സിമം അബ്സോർബ് ചെയ്യുക, അതിന്റെ സ്പ്രെഡിനെ മിനിമൈസ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഫയർ റെസിസ്റ്റന്റ് വാൾ പോലെ തന്നെ നമ്മുടെ ഫയർ റെസിസ്റ്റന്റ് സ്ക്രീനിന്റെയും ഫംഗ്ഷൻ. ഇത് 2 രൂപത്തിലുണ്ട്. വിത്തൗട്ട് തെർമൽ റെസിസ്റ്റൻസും ഉണ്ട്, വിത്ത് തെർമൽ റെസിസ്റ്റൻസും ഉണ്ട്. വിത്തൗട്ട് തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റീലിന്റെ ഒക്കെ ഷീറ്റ് ഒക്കെ ഇതിന് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ അലുമിനിയം ഫോയിലൊക്കെ നമ്മൾ ഇതിന് ഉപയോഗിക്കാറുണ്ട്. ഇനി വിത്ത് തെർമൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ആക്ച്വലി വരുന്ന ഫയർ വാള്, സീലിംഗ്സും പാർട്ടീഷനും ഒക്കെ. ഓക്കെ,
അതുപോലെ തന്നെ ചില സ്ക്രീൻസ് ഹീറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. അതിൽ വരുന്നതാണ് വാട്ടർ കർട്ടൻസും വാട്ടർ കൂൾഡ് സർഫസും. ഇതിൽ ഈ വാട്ടർ കർട്ടൻസും നിങ്ങളുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം. വാട്ടർ കർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫയർ ഉണ്ടാകുന്ന സമയത്ത് വെള്ളത്തിന്റെ ഒരു വാള് ക്രിയേറ്റ് ചെയ്യാണ്. അതിനാണ് സിമ്പിളായിട്ട് നമ്മൾ വാട്ടർ കർട്ടൻ എന്ന് പറയുന്നത്. ഇൻ കോമ്പിനേഷൻ വിത്ത് സോളിഡ് സ്ക്രീൻ, സാധാരണ നമ്മൾ സോളിഡ് സ്ക്രീനിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് അത് ഉപയോഗിക്കാറ്. അത് കൂളിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ് കേട്ടോ. വാട്ടർ കർട്ടൻസ് 2 രൂപത്തിലുണ്ട്. രണ്ടല്ല 3 രൂപത്തിലുണ്ട്. ട്രാൻസ്പാരന്റ്, സെമി ട്രാൻസ്പാരന്റ്, ഒപ്പാക്ക്. ഇനി ഓരോ വാട്ടർ കർട്ടൻസ് ബിഹേവിയറിനെ കുറിച്ചുള്ള ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, വാട്ടർ കർട്ടൻസ് എഫക്റ്റീവ് ആവണമെങ്കിൽ തിൻ ഫിലിമിന് മാത്രമേ വാട്ടർ കർട്ടൻസ് എഫക്റ്റീവ് ആവുള്ളൂ. സോ തിൻ ഫിലിം കർട്ടൻസ് ഓഫ് വാട്ടർ കർട്ടൻസ് ആർ ഓൺലി എഫക്റ്റീവ് ഫോർ ലോ ടെമ്പറേച്ചർ റേഡിയേഷൻ. ലോ ടെമ്പറേച്ചറിന് മാത്രമേ തിൻ ഫിലിം ആയിട്ടുള്ള വാട്ടർ കർട്ടൻസ് നമുക്ക് എഫക്റ്റീവ് ആവുള്ളൂ. അതായത് ചെറിയ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചെറിയ ഹീറ്റ് റേഡിയേഷന് മാത്രമേ വാട്ടർ കർട്ടൻസ് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. ഇതാണ് ഒരു വാട്ടർ കർട്ടന്റെ ഫിഗർ. ഇനി ഇതിന്റെ വേറെ ഒരു മെറ്റീരിയൽ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് രണ്ടും ഞാൻ ഷെയർ ചെയ്യാം. അത് രണ്ടും വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. സോളിഡ് സ്ക്രീൻ. അപ്പൊ നിങ്ങൾ ഇത് തിയറി ആയിട്ട് പഠിച്ചാൽ മതി. ഈ സോളിഡ് സ്ക്രീനും അതേപോലെ തന്നെ വാട്ടർ കർട്ടനും. അത് ചിലപ്പോൾ സിമ്പിളായിട്ട് തിയറി ഡിസൈൻ അല്ലാതെ എന്താണ് സോളിഡ് സ്ക്രീൻ, എന്താണ് വാട്ടർ കർട്ടൻ എന്നുള്ള രൂപത്തിൽ സിമ്പിളായിട്ട് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഈ തരുന്ന നോട്ടിലുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. സോളിഡ് സ്ക്രീൻസ് ആർ ഫിസിക്കൽ ബാരിയേഴ്സ് ഡിസൈൻ ടു വിത്ത്സ്റ്റാൻഡ് ഫയർ ആൻഡ് കണ്ടെയ്ൻ ഇറ്റ് ഇൻ എ സ്പെസിഫിക് ഏരിയ പ്രിവെന്റിങ് ഇറ്റ് സ്പ്രെഡ് ടു അതർ പാർട്സ്. നമ്മൾ ഫയർ റെസിസ്റ്റന്റ് വാൾ പറഞ്ഞ പോലെ തന്നെ ഫയറിന്റെ സ്പ്രെഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതൊരു ബിൽഡിങ്ങിനകത്താവാം അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് അടുത്ത പോർഷനിലോട്ടാവാം, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫിസിക്കൽ ബാരിയേഴ്സിനെ പറയുന്ന പേരാണ് സോളിഡ് സ്ക്രീൻസ്. ഓക്കെ, ഇനി അത് എന്തൊക്കെയാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗ്, ഇന്റഗ്രിറ്റി, ഇൻസുലേഷൻ. ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗ്, ഇന്റഗ്രിറ്റി, ഇൻസുലേഷൻ, ഇതിനൊക്കെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയേണ്ടത് അടുത്തത് അതിന്റെ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്നത് ഫയർ ഡോർസ്, പാർട്ടീഷൻ, വിൻഡോസ് ആൻഡ് സ്ക്രീൻ. ഫയർ ഡോർസ്, പാർട്ടീഷൻസ്, വിൻഡോസ് ആൻഡ് സ്ക്രീൻ, ഇതിലൊക്കെയാണ് നമ്മുടെ ഫയർ സ്ക്രീനിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. പിന്നെ അതിന്റെ സ്റ്റാൻഡേർഡ്സ്, അത് എന്തിന്റെയൊക്കെ ബേസിലാണ് അത് സെറ്റ് ചെയ്യുന്നത്, അതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. IS 3614 എന്നൊക്കെ പറഞ്ഞ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കുക. ഇനി വാട്ടർ കർട്ടൻസ് ആർ സിസ്റ്റം ദാറ്റ് ക്രിയേറ്റ് എ ബാരിയർ ഓഫ് വാട്ടർ ടു പ്രൊട്ടക്ട് ബിൽഡിംഗ് എലമെന്റ്സ് ഫ്രം ഫയർ ആൻഡ് സ്മോക്ക്. അപ്പോൾ ഫയറിന്നും സ്മോക്കിന്നും നമ്മുടെ ബിൽഡിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടറിന്റെ ഒരു കർട്ടൻ നമ്മൾ പറയുന്ന പേരാണ് വാട്ടർ കർട്ടൻസ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടൊരു വാട്ടറിന്റെ കർട്ടൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതാണ് വാട്ടർ കർട്ടൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രിൻസിപ്പിൾ കൂളിംഗ് എഫക്റ്റ്. ബേസിക്കലി അതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുക. അത് കൂൾ ചെയ്യാണ് ചെയ്യുക, വെള്ളമാണ്, അത് ഉപയോഗിച്ച് നമുക്ക് കൂൾ ചെയ്യാം. സ്മോക്ക് കണ്ടെയ്ൻമെന്റ്, സ്മോക്കിനെ അവിടുന്ന് പുറത്തോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കും. ഫയർ പ്രൊട്ടക്ഷൻ. അപ്പോൾ 3 പ്രിൻസിപ്പിൾ ആണ്: കൂളിംഗ് എഫക്റ്റ്, സ്മോക്ക് കണ്ടെയ്ൻമെന്റ്, ഫയർ പ്രൊട്ടക്ഷൻ. ഇനി ഇത് പല ടൈപ്പ് ഉണ്ട്. മാനുവൽ സിസ്റ്റം, ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്. മാനുവൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, നമ്മൾ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ്. പിന്നെ അതിന്റെ അപ്ലിക്കേഷൻ വരുന്നത് എൻട്രൻസ് ആൻഡ് എക്സിറ്റ്, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സിലാണ് ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്നത്. ഇതിന്റെ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെസ്റ്റിംഗ്. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി ഈ മൊഡ്യൂളിനകത്തുള്ളത്. അപ്പോൾ എന്തൊക്കെ പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം. ഈ മൊഡ്യൂൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക, ഭയങ്കര സംഭവമാക്കണ്ട, സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ആദ്യം നമ്മൾ ഫയർ ഏരിയനെ കുറിച്ച് പറയാനും മുമ്പ് ഫയർ സോണിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എഴുതാം. 3 സോണാണുള്ളത്. അപ്പോൾ ഒരു സിറ്റിക്കകത്ത് വരുന്ന ബിൽഡിങ്സിനെ നമ്മൾ ഫയറിന്റെ ഹസാർഡ്സിനനുസരിച്ച് പല ഏരിയാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സോൺസ് ആയി തിരിച്ചിട്ടുണ്ട്. അതാണ് ഫയർ സോൺ. ഇപ്പോൾ ഫയർ സോൺ 1, 2, 3, അതിൽ 1ൽ വരുന്നത് ഗ്രൂപ്പ് A, B, C, D, E, 1, F, ഇത്രയും കാറ്റഗറീസ് വരും. ഫയർ സോൺ 2ൽ E2, E5ഉം അത് G1 to G2, G3 ഒഴികെ G1, G2 വരുന്നത് ഫയർ സോൺ 2ലാണെന്ന് ഓർത്ത് വെക്കുക. G3 വരുന്നത് അതേപോലെ Hഉം Jയും വരുന്നത് ഫയർ സോൺ 3ലാണ്. അപ്പോൾ സോണിന്റെ നമ്പർ കൂടുന്നതോറും ഹസാർഡിന്റെ ഇന്റൻസിറ്റി കൂടി വരും. ഇനി ഫയർ ഏരിയയുടെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫയർ റെസിസ്റ്റൻസ് വാൾ വെച്ച് ഫയറിനെ കൺഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഫയറിനെ റെസ്ട്രിക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഏരിയനെ പറയുന്ന പേരാണ് ഫയർ ഏരിയ. അതിന്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എന്തൊക്കെ ടൈമിനെ കുറിച്ച് പറയാം, ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വരുന്ന ടൈം, എന്തൊക്കെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ പതിയെ നമ്മൾ ആ ഒരു
ഏരിയയുടെ ഇക്വേഷനിലോട്ട് വരിക കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷനാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. അത് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ചാലും മതി. അതിൽ ഓരോ ടേം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ അത് എന്തൊക്കെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏത് മെറ്റീരിയലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ കമ്പസ്റ്റബിലിറ്റി എന്താണ്, ടെമ്പറേച്ചർ എന്താണ്, അവൈലബിലിറ്റി ഫയർ സ്റ്റോപ്പ് ചെയ്യാനുള്ള എന്തൊക്കെ സിസ്റ്റം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം പറയാം. ഈ സബ് ഡിവിഷൻ ഓഫ് ഫയർ ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അതായത് നമുക്ക് ഒരു ബിൽഡിങ്ങിനകത്ത് ഫയർ ഉണ്ടെങ്കിൽ അതിനെ ഒരു പോർഷനിലോട്ട് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബിൽഡിങ്ങിനെ തന്നെ പല ഏരിയാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനാണ് സബ് ഡിവിഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സിലബസിൽ 2 ടൈപ്പ് ബിൽഡിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. ഒന്ന് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങും ഒന്ന് റെസിഡൻഷ്യൽ ബിൽഡിങ്ങും. ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻസ് പറയാം. ഗ്രൂപ്പ് G1 ഉണ്ട്. അത് G1 G2 G3 മുകളിലോട്ട് പോകുന്നതോറും അതിന്റെ ഇന്റൻസിറ്റി കൂടി വരും. ഞാൻ എക്സാമ്പിൾ പഠിക്കുക. അത് എവിടേക്കാണ് അവിടെ അസാൾട്ട് ഉണ്ടാവാനുള്ള ചാൻസ്, ഓരോ പോയിന്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുക. ഇനി ഈ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആകുമ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അറ്റാച്ച്ഡ് ആയിട്ട് ശ്രദ്ധിക്കണം. ഏകദേശം ഇത് തന്നെയാണ്. ഇതിൽ പോയിന്റ് ഇല്ലാത്തവർ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ സബ് ഡിവിഷൻ ഓഫ് ഏരിയ എന്നുള്ള പോയിന്റ് കിട്ടും കേട്ടോ. പറ്റുന്ന കുറച്ച് പോയിന്റ് കൂടി അതിൽ ആഡ് ചെയ്യാം. പിന്നെ ഫയർ അടുത്ത ആ ഒരു ഏരിയ കഴിഞ്ഞു. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫയർ സെപ്പറേഷൻ ബിറ്റ്വീൻ വാൾസ് ആണ്. ബിൽഡിങ്സുകൾ തമ്മിലുള്ള സെപ്പറേഷൻ മിനിമം സെപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫയർ ഫൈറ്റിംഗ് നമുക്ക് സ്മൂത്ത് ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫയർ സ്പ്രെഡ് ആവാതിരിക്കുള്ളൂ. അതിനാണ് ഫയർ സെപ്പറേഷൻ എന്ന് പറയുന്നത്. അതിന് ബേസിക്കലി നമ്മൾ അവിടെ ഓർത്ത് വെക്കേണ്ടത് ആ റേഡിയേഷൻ അല്ലെങ്കിൽ ഹീറ്റിന്റെ ഇക്വേഷൻ ആണ്. അത് QT ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q മിനിമം എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ എന്തൊക്കെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുക, ഇൻ കേസ് നമുക്ക് മിനിമം ഡിസ്റ്റൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പറയുന്നത് ഫയർ റെസിസ്റ്റൻസ് വാൾസിനെ കുറിച്ചാണ്. പാർട്ടീഷൻ ആണ്. ഫസ്റ്റ് വരുന്ന വാളാണ്. വാൾ എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് വാൾ, എക്സ്റ്റേണൽ, ഇന്റേണൽ, ഫ്രീ സ്റ്റാൻഡിങ് വാൾസ്. പിന്നെ അത് എന്തൊക്കെ ഫാക്ടറിനെയാണ് അതിന്റെ എഫക്റ്റീവ്നെസ് ഡിപ്പെൻഡ് ചെയ്യുക. അതിന്റെ ഡിസൈൻ റിക്വയർമെന്റ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫയർ റെസിസ്റ്റൻസിനെ കുറിച്ച് പറയണം, എഫിഷ്യൻസി ഓഫ് ജോയിൻസിനെ കുറിച്ച് പറയണം, സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയണം, സെപ്പറേഷൻ ഓഫ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയണം. അടുത്തത് ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഫയർ റെസിസ്റ്റന്റ് സീലിംഗ് ആണ്. സീലിംഗും ഏകദേശം വാൾ പോലെ തന്നെയാണ്, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സീലിംഗ് എന്ന് പറയുമ്പോൾ 2 സ്റ്റോറീസ് അല്ലെങ്കിൽ ഒരു കമ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ ഇതിലോട്ട് സ്പ്രെഡ് ആവാതിരിക്കാനുള്ളതാണ് നമ്മൾ സീലിങ്സ്. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എഴുതുക. പിന്നെ ഫയർ റെസിസ്റ്റൻസ് സ്ക്രീൻസ് ആണ്. സ്ക്രീൻ പല ടൈപ്പാണ്, അതിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയാം. പിന്നെ തിയറിയാണ്, പക്കാ തിയറിയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ നോട്ടിലുള്ള കാര്യങ്ങൾ, ഈ രണ്ടാമത് കൊടുത്തുള്ള നോട്ടിലുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. മാക്സിമം വായിച്ചു നോക്കാം കേട്ടോ.